ഹലോ ഗുഡ് മോർണിംഗ്. ഹിയർ ഐ എം നൈസിസ് മണ്ണുത്തി പ്ലാന്റ്സ് ഓൺലൈൻ ഷോപ്പിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഓർക്കിഡ്സ്, ലോകത്തെ ഏറ്റവും അധികം ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു ഫ്ലവർ ഏതാണെന്ന് ചോദിച്ചാൽ ഓർക്കിഡ്സാണ്. അപ്പോൾ ഓർക്കിഡ്സിൻ്റെ ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ ഒരു ഫോക്സ്റ്റൈൽ ഫ്ലവർ ചെയ്തിട്ടുള്ള എൻ്റെ പിക്കുകളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇപ്പോൾ വിത്തായിട്ടുണ്ട്. അപ്പോൾ കുറേ പേരും അതിൻ്റെ വിത്ത് കണ്ടിട്ടുണ്ടാവില്ല. ഇപ്പം വിത്ത് കിട്ടിയാൽ നമുക്കത് മുളപ്പിച്ചെടുക്കാൻ പറ്റുമോ? അതെന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? അതായത് മുളയ്ക്കുകയോ മുളയ്ക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നുണ്ടാവും അതിൽ പരാഗണം നടത്തുന്ന വണ്ടിനെ. നമ്മളുടെ വിത്ത് കാണുമ്പോൾ നിങ്ങൾക്കറിയാം അതിലെല്ലാ ഫ്ലവേഴ്സൊന്നും ഫ്രൂട്ടായിട്ട് മാറിയിട്ടില്ല. ഫ്രൂട്ടിൻ്റെ അകത്താണല്ലോ വിത്തിരിക്കുന്നത്. പരാഗണം നടക്കാത്ത ഫ്ലവേഴ്സാണ് ഇതുപോലെ വിത്താവാത്തതെന്നാണ് ഞാൻ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. ഇതാണ് ഇതിൻ്റെ ഫ്രൂട്ട്. കണ്ട, ഇത് 3 സൈഡഡ് സിലിണ്ട്രിക്കൽ ഷേപ്പ്ഡ് ഫ്രൂട്ട്. ഇതിൻ്റെ അകത്ത് മൈക്രോസ്കോപ്പിക് സീഡ്സ് ആണ് ഉണ്ടാവുക. അത് നമുക്ക് കാണാനായിട്ട് അത്രയും പൊടി പോലെ ആയിരിക്കും. ഒരു 7 months എടുക്കും ഇത് പൂർണ്ണ വളർച്ച എത്താൻ. പൂർണ്ണ വളർച്ച എത്തുമ്പോൾ ഇതിൻ്റെ നടുഭാഗം വികസിച്ച് വരും. ഇതിലുള്ള ഓരോ സീഡിനും, മൈക്രോസ്കോപ്പിക് സീഡ്സിനും, അതായത് പൗഡറിനും ഹെയർ ലൈക്ക് വിങ്സ് ഉണ്ടാവും. അപ്പോൾ ഈ ഓർക്കിഡ് സീഡ്സ് സാധാരണ മുളച്ച് കാണാറില്ല. അതിൻ്റെ കാരണം മറ്റു വിത്തുകളിലൊക്കെ എനർജിയും ഫുഡും ശേഖരിച്ച് വയ്ക്കുന്ന കോട്ട്ലിഡൻസ് ഉണ്ടാവും. ഈ ഓർക്കിഡിന് ഇല്ല. പക്ഷെ കാട്ടിലെ മരങ്ങളിലൊക്കെ ഇത് ഒരുപാട് മുളയ്ക്കുകയും വളരെയും ഫ്ലവർ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അതിന് സഹായിക്കുന്നത് മൈക്കോറൈസ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗസാണ്. ഇതിനെക്കുറിച്ച് പറയുമ്പം നമുക്ക് മനുഷ്യരിൽ മാത്രമല്ല ബിസിനസ് മൈൻഡഡ് ആയിട്ടുള്ള പ്ലാന്റ്സുകളെയും പരിചയപ്പെടാം. ഈ മൈക്കോറൈസ ഫംഗസ് വളരെ ബിസിനസ് മൈൻഡഡ് ആണെന്ന് പറയാനുള്ള കാരണം, ഫുഡ് ശേഖരിച്ച് വെക്കാത്ത കോട്ട്ലിഡൻ ഇല്ലാത്ത ഓർക്കിഡ് സീഡിന് മൈക്കോറൈസ ഫുഡ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു സമയത്ത് ഇത് വളർന്നു വലുതായി ഇതുപോലെ വലിയ ഓർക്കിഡ് പ്ലാന്റ് ആവുമ്പോൾ തിരിച്ച് ഈ മൈക്കോറൈസയ്ക്ക് ഓർക്കിഡ് ഫുഡ് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് വിശദീകരിക്കാൻ നമ്മുടെ വീട്ടിലുള്ള ഈ ഫോക്സ്റ്റെയിലിൻ്റെ അടുത്തേക്ക് തന്നെ പോവാം. മൈക്കോറൈസ, ഈ കാണുന്ന ഇതിൻ്റെ ട്രങ്കിലൊക്കെ മൈക്കോറൈസാസ് ഉണ്ടാവുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. കാരണം ഈ മൈക്കോറൈസസിൻ്റെ ഫുഡ് എന്താണെന്ന് വെച്ചാൽ ഈ മരത്തടിയിലൊക്കെ കാണുന്ന സെല്ലുലോസും ലിഗ്നിനും അതിനെ വേർതിരിച്ചെടുത്ത് ഫുഡാക്കാനുള്ള കഴിവുള്ള ഫംഗസാണ് ഈ പറഞ്ഞ മൈക്കോറൈസ. പലരും വിചാരിക്കുന്ന ഈ ഓർക്കിഡ്സൊക്കെ ഡയറക്റ്റ്ലി അതിൻ്റെ വേരുകൾ ഉപയോഗിച്ച് ഈ മരത്തടിയിൽ നിന്ന് എന്തോ എടുത്തിട്ടാണ് അത് ഇത്രയും നല്ലതായിട്ട് മരത്തടിയിലൊക്കെ കെട്ടിവെക്കുമ്പോൾ വളരുന്നതെന്നാണ്. പക്ഷേ അതിനുള്ള കഴിവ് ഈ ഓർക്കിഡ്സിനില്ല. പക്ഷെ ഫംഗസിൻ്റെ, അതായത് മൈക്കോറൈസയുടെ ഹൈഫേകളാണ് ആ ജോലി ചെയ്യുന്നത്. എന്നിട്ടത് വിത്തുകളിലേക്ക് കൈമാറുകയാണ് ചെയ്യുന്നത്. ഈ കാണുന്ന അത്രയും മൈക്രോസ്കോപ്പിക് വിത്തുകൾ ഈ ഒരു ട്രങ്കുമ്മ വസിക്കുന്ന മൈക്കോറൈസയുടെ മേത്തൊക്കെ വീഴും. ഈ ഹൈഫേസ് ഫുഡ് ശേഖരിച്ച് വെച്ച് അത് ഈ വിത്തിൻ്റെ ഉള്ളിലേക്ക് കടത്തിവിടും. ഇതൊക്കെ പർപ്പസ്ലി ചെയ്യുന്നത് പിന്നീടൊരു സമയത്ത് ഇതൊക്കെ തിരിച്ചു പിടിക്കാൻ വേണ്ടിയാണ്. അതായത് ഏറ്റവും പൊടി പോലത്തെ വിത്ത് വളർന്ന് ഇതുപോലെ വലിയ ഇലകളും ഒക്കെ ആയിട്ട് മാറുമ്പം അത് സൂര്യപ്രകാശത്തിൽ നിന്ന് കാർബോ ഉൽപ്പാദിപ്പിച്ച് മൈക്കോറൈസയ്ക്ക് തിരിച്ചു കൊടുക്കും. മാത്രമല്ല ഇതിൻ്റെ വേരുകളിലൊക്കെ മൈക്കോറൈസേനെ താമസിപ്പിക്കാനുള്ള സൗകര്യങ്ങളും ചെയ്തു കൊടുക്കും. ഓർക്കിഡിൻ്റെ ഈ വേരുകളിലൊക്കെ ഇരിക്കണ മൈക്കോറൈസ വീണ്ടും ലിഗ്നിനും രക്തത്തിൻ്റെ ട്രങ്കിലുള്ള സെല്ലുലോസും വിഘടിപ്പിച്ച് അത് ഫുഡാക്കുന്നതോടൊപ്പം ഇവയ്ക്കും സപ്ലൈ ചെയ്യും. അതുകൊണ്ടാണ് ഈ ട്രങ്കിലൊക്കെ വളരുന്ന ഓർക്കിഡ്സ് നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്നത്. അതേസമയം ഈ ഓർക്കിഡ്സ് നേരിട്ട് ഈ മരത്തിൽ നിന്ന് ഒന്നും അബ്സോർബ് ചെയ്യുന്നില്ല. ഈ മൈക്കോറൈസയ്ക്ക് ക്ലോറോപ്ലാസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് അവയ്ക്ക് സൂര്യസംശ്ലേഷണത്തിൽ നിന്നൊന്നും കാർബോ ഉൽപ്പാദിപ്പിക്കാൻ പറ്റില്ല. ഇതാണ് ഇവ തമ്മിലുള്ള സഹജീവനം അല്ലെങ്കിൽ ബിസിനസ് ഡീല്. ഇതുകൊണ്ട് മരത്തിന് എന്തെങ്കിലും ദോഷമുണ്ടോ എന്ന് ചോദിച്ചാൽ അതും ഇല്ല. മൈക്കോറൈസ സെല്ലുലോസും ലിഗ്നിനും ഒക്കെ വിഘടിപ്പിച്ച് ഭക്ഷണമാക്കുമ്പം അതിൽ നിന്ന് പുറത്തു വരുന്ന നൈട്രജനും ഫോസ്ഫറസും ചെടികൾക്കും മരങ്ങൾക്കൊക്കെ ഈസിലി അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ്. ഇങ്ങനെയൊന്നും അല്ലാത്ത ഒരവസ്ഥയിൽ നമ്മളിത് ലാബോറട്ടറികളിൽ ടിഷ്യൂ കൾച്ചറൊക്കെ ചെയ്യുന്ന രീതിയിൽ ഇതിൻ്റെ വിത്തുകളെ മുളപ്പിച്ചെടുത്താണ് നമ്മൾ ഈ പ്ലാന്റ്സ് ഉണ്ടാക്കുന്നത്. അതിന് ലക്ഷക്കണക്കിന് രൂപ മുതൽ മുടക്കിയിട്ടുള്ള ലാബും കാര്യങ്ങളും ആവശ്യമുണ്ട്.
ലാബുകളിൽ ഇത് പ്രത്യേക തരത്തിലുള്ള ഒരു മീഡിയം, അതായത് അഗാർ എന്ന് പറയുന്ന ഒരു മീഡിയം ഫ്രം റെഡ് ആൽഗ, ആ മീഡിയത്തിൽ വളർത്തിയെടുക്കുകയാണ്. അത് നല്ല സ്റ്റെറൈലാണ്, ന്യൂട്രിയൻ്റ് ഏജൻറ്റുമാണ്. അപ്പം അങ്ങനെയുള്ള പ്രത്യേക സംവിധാനങ്ങളിലാണ് ഇതിൻ്റെ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. എന്തായാലും നമ്മളിതിൻ്റെ തൈകൾ നമ്മൾ ഓൺലൈനായിട്ട് സെൻഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് ഹൈ പ്രൈസ്ഡ് ആണ്. പക്ഷേ അപ്പോൾ പലർക്കുള്ള സംശയമാണ്, കാടുകളിലൊക്കെ ഒരു കെയറുമില്ലാതെ ഉണ്ടാക്കി ഇഷ്ടം പോലെ കിട്ടുന്ന സാധനം നമ്മളെന്തുകൊണ്ട് സെയിൽ ചെയ്യുന്നില്ല. അതിൻ്റെ ഉത്തരം വന്യജീവി സംരക്ഷണ നിയമം. അപ്പം അതുപോലെ ചില പ്രത്യേക സസ്യങ്ങൾ വനങ്ങളിൽ ഇഷ്ടം പോലെ ഇത് കാണുന്നു പറഞ്ഞു. പല നിറത്തിൽ ഈ ഒരു സാധനം അവൈലബിൾ ആണ്. സെല്ലിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് അത് കളക്ട് ചെയ്യാനോ സെൽ ചെയ്യാനോ പാടില്ല. നമുക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് കുറച്ചെടുത്തുകൊണ്ട് വന്ന് നമ്മുടെ വീട്ടിൽ പിടിപ്പിക്കുന്നതുകൊണ്ട് വലിയ നിയമ തടസ്സം ഉണ്ടോയെന്ന് നമുക്ക് അറിഞ്ഞൂടാ. പക്ഷേ സെല്ലിങ്ങിന് വേണ്ടിയിട്ട് ഇതുപോലെയുള്ള സസ്യങ്ങൾ, കാരണം നമ്മൾ ഈ സഹജീവനവും കാര്യങ്ങളൊക്കെ പറഞ്ഞൂടാ, അത് പ്രകൃതിയുടെ താളം തെറ്റിക്കും. നമ്മളൊരു വംശം സെല്ലിങ്ങിന് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഒരുപാട് നമ്മൾ ഉപയോഗിക്കുകയും ആ ഒരു വംശം നാശിക്കാനൊക്കെ കാരണമാവുന്നുള്ളത് കൊണ്ടതായിരിക്കും. എന്തായാലും അങ്ങനെ ഒരു നിയമം നിലനിൽക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ വീഡിയോനെ കുറിച്ച് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിൽ കമൻറ്റിൽ സംശയങ്ങളൊക്കെ ചോദിക്കാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെടുന്നവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, താങ്ക് യു.